കോളേജിലെത്തിയ ശേഷം ലൈബ്രറിയിലും കോമ്പൗണ്ടിലുമായി കുറെ നേരം അമ്മുവനും വായി നോക്കി നടന്നതിന് ശേഷമായിരുന്നു ക്ലാസ്സിലേക്ക് കയറിയത്. അപ്പോൾ അവിടെ കണ്ടു അനുവിനെ നോക്കി കണ്ണിമ വെട്ടാതിരിക്കുന്ന രൂപേഷിന്റെ ആ നോട്ടം കണ്ട ഉടൻ വല്ലാത്തൊരു ദേഷ്യം തോന്നി അനുവിന്. അതവൾ പ്രകടിപ്പിച്ചത് അമ്മുവിന്റെ അടുത്ത് മുഖം വീർപ്പിച്ചുകൊണ്ടായിരുന്നു. കാര്യം മനസ്സിലാക്കിയ അമ്മു അനുവിനോട് പറഞ്ഞു, പോട്ടിനി പാവം, അവസാനത്തെ നോട്ടല്ലേ, നോക്കി ആസ്വദിച്ചോട്ടെ. ഇത് കേട്ടെന്ന് അനുവളോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞു, അവസാനത്തെ നോട്ടോ? ഇത് കേട്ട അമ്മ അനുവിനെയും തൊഴുതുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല എന്റെ തമ്പുരാനേ. ഫസ്റ്റ് അവർ മലയാളമായതുകൊണ്ട് തന്നെ ചിലരുടെ ഉറക്കം പല വിധത്തിലായിരുന്നു. കോട്ടുവായിടുന്നവരും കൂർക്കം വലിക്കുന്നവരും നിശബ്ദമായി ഉറങ്ങുന്നവരും ആ ക്ലാസിന്റെ ഒരു അഴക് തന്നെയായിരുന്നു. ചാക്കോ മാഷിന്റെ മലയാളം ക്ലാസ് താരാട്ട് പോലെയാണെന്നാണ് അമ്മുവിന്റെ പ്രഖ്യാപനം. അതുകൊണ്ടാണല്ലോ ഇത്രയധികം സുഖനിദ്ര ആ ക്ലാസ്സിൽ കിട്ടുന്നത്. ആ ഉറക്കത്തെ ഭേദിച്ചുകൊണ്ടായിരുന്നു SP ശ്രീനന്ദുബാലൻ IPS ആ ക്ലാസ് റൂമിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ചാക്കോ മാഷിന്റെ കണ്ണുകൾ ക്ലാസ് വാതിൽക്കിലേക്ക് നീങ്ങിയതും എല്ലാ കണ്ണുകളും വാതിലേക്ക് പോയി. യൂണിഫോമിൽ നിൽക്കുന്ന പോലീസ് ഓഫീസറെ കണ്ടപ്പോഴേക്കും ചാക്കോ മാഷ് ഒന്ന് ഞെട്ടിയിരുന്നു. എന്നാൽ നന്ദുവിന്റെ ഘനഗാംഭീര്യമായ ശബ്ദം ഉയർന്നു കേട്ടു. എക്സ്ക്യൂസ് മീ സർ. യെസ്, ചാക്കോ മാഷും പറഞ്ഞു. എന്റെ മിസ്സിസ് ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൾക്ക് ഫുഡുമായിട്ട് വന്നാ ഞാൻ. എന്നാൽ അത് കേട്ടിരുന്ന അനുവിന്റെ കിളികൾ കൂടും കുടുക്കയും എടുത്ത് പറന്നുപോയി. അമ്മുവിനെ നോക്കിയപ്പോൾ അവളിലൊരു ചിരിയാണ് കാണാൻ കഴിഞ്ഞത്. അമ്മു എന്തോ കനത്തിൽ SP മുന്നിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അനുവിന് മനസ്സിലായി. മിസ്സിസ് എന്ന് കേട്ടും ചാക്കോ മാഷ് തിരിഞ്ഞ് പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് നോക്കി. പെട്ടെന്നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനു എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് നടന്നു. നന്ദുവിന്റെ കയ്യിൽ നിന്നും ടിഫിൻ ബോക്സ് വാങ്ങി അനു തിരികെ നടന്ന് സീറ്റിൽ വന്നിരുന്നു. അപ്പോഴും നന്ദു ചാക്കോ മാഷിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവന്റെ കണ്ണുകൾ അനുവിൽ പാറി വീണുകൊണ്ടിരുന്നു. സംസാരിച്ചു തീർന്നു ചാക്കോ മാഷിനോട് യാത്ര പറഞ്ഞു നീങ്ങിയവൻ ജനൽ വശത്തുകൂടി അനുവിനെയും നോക്കി നടന്നുപോയി. അങ്ങനെ ഓരോ മണിക്കൂറുകളും അതിവേഗം കഴിഞ്ഞുപോയിരുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴായിരുന്നു അമ്മുവിനെ ഫ്രീ ആയിട്ടൊന്ന് കിട്ടിയത്. രൂപേഷ് ക്ലാസ്സിൽ വെച്ച് നോക്കിയപ്പോ നീ പറഞ്ഞില്ലേ അവന്റെ അവസാനത്തെ നോട്ടാണെന്ന്, അപ്പൊ നിനക്കറിയായിരുന്നോ നന്ദേട്ടൻ കോളേജിൽ വരുന്ന്? ഒന്ന് ചിരിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു. നന്ദേട്ടൻ കോളേജിൽ വരുന്ന എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ വെച്ചപടി നിന്റെ നന്ദേട്ടനെ തലക്കിട്ട് കൊള്ളുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അമ്മുവിന്റെ പറച്ചിൽ കേട്ട് അനു ചോദിച്ചു, വെടിയോ? അതെന്താ? അനുവിന്റെ ചോദ്യം കേട്ട് അമ്മു പറഞ്ഞു, വെടിയല്ല, പുക. എഴുന്നേറ്റ് പോടി, നിന്റെ പോലൊരു മണ്ടി അങ്ങനെ തലക്കിട്ട് തന്നെ വെച്ചല്ലോ. അമ്മുവിന്റെ സംസാരം കേട്ട് അനു വിഷമത്തോടെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, തെളിച്ചു പറ അമ്മൂസേ. ഇന്ന് രാവിലെ വീട്ടിൽ വെച്ച് നിന്റെ കെട്ടിയവൻ കേൾക്കാൻ ഞാനൊരു അമിട്ടിന് തിരികൊളുത്തിയൊരു യമണ്ടൻ അമിട്ട്, അമ്മു പറഞ്ഞു. ഇത് കേട്ട് അനു പറഞ്ഞു, എന്നിട്ട് അമിട്ട് പൊട്ടിയ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ഓ, ഇതുപോലൊരു മണ്ടി. ഞാൻ രാവിലെ വീട്ടിൽ വെച്ചിട്ട് നന്ദേട്ടങ്ങൾക്ക് വല്യമ്മയോട് പറഞ്ഞു, നിന്നെ ക്ലാസ്സിലെ രൂപേഷ് പ്രപ്പോസ് ചെയ്തതും സീനിയേഴ്സ് ശല്യപ്പെടുത്തുന്നുവെന്നും നിനക്കിപ്പോ വഴി നടക്കാൻ പറ്റില്ലെന്നും. ഇത് കേട്ട് അനു പറഞ്ഞു, എടി സാമദ്രോഹി, നീ എനിക്കിട്ടാണോ ഈ പണി വെച്ചത്? നിനക്കിട്ടാണെങ്കിൽ എന്താടി, ഉടനടി റിസൾട്ട് കിട്ടിയില്ലേ? ഇനി നിനക്ക് ആരെയും പേടിക്കാതെ ക്യാമ്പസിലൂടെ കറങ്ങി നടക്കാമല്ലോ. എങ്ങനെ? നീ എന്തൊക്കെയാ പറയുന്നേ? സ്വന്തം ഭാര്യ വേറെ ആമ്പിളേര് ഞോണ്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭർത്താവ് സഹിക്കും. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ക്യാമ്പസിൽ വന്നില്ലേ? അമ്മു പറഞ്ഞപ്പോൾ അനു ഒപ്പം പറഞ്ഞു, വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, അല്ലാ ശല്യപ്പെടുത്തിയോടൊന്നും പറഞ്ഞില്ലല്ലോ. എടി, ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? അങ്ങേര് പോലീസ് യൂണിഫോമിലല്ലേ ക്യാമ്പസിലേക്ക് വന്ന്, എന്നിട്ട് പറഞ്ഞു എന്റെ മിസ്സിസിന് ഫുഡ് കൊടുക്കാനാണെന്നോ. SP-യുടെ കെട്ടിയോട് നീയാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഏത് ആമ്പിളർക്ക് ധൈര്യം ഉണ്ടടി ACB-യുടെ ഭാര്യയെ ശല്യപ്പെടുത്താൻ? അങ്ങേര് പറയാതെ പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട്. നന്ദേട്ടൻ ബുദ്ധിമാനാ, അതുകൊണ്ട് അങ്ങേർക്ക് IPS പട്ടം കിട്ടിയത്. അമ്മുവിന്റെ സംസാരം കേട്ടപ്പോഴാണ് അനുവിന് കാര്യങ്ങൾ വ്യക്തമായത്. തന്നെ ശല്യപ്പെടുത്തിയവിടെ വായടക്കാനാണ് അദ്ദേഹം ഫുഡുമായി ഇവിടേക്ക് വന്ന്, അതും യൂണിഫോമിൽ തന്നെ. ഇനി തന്നെ ആരും ഈ ക്യാമ്പസിൽ ശല്യപ്പെടുത്തില്ല. അന്ന ദിവസം അവിടെയുള്ള എല്ലാ ആമ്പിള്ളേരും അവൾ ശ്രദ്ധിച്ചു. എന്നാൽ ഒറ്റൊരെണ്ണം പോലും പതിവ് പോലെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സിലൊരു കുളിര് മഴയായിട്ടായിരുന്നു അന്ന് അവൾ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. എന്നിരുന്നാലും നന്ദുവിനെ ശ്രദ്ധിക്കാൻ അവനോട് മിണ്ടാനോ അവന്റെ മുന്നിൽ പോവാനോ ഒന്നും അവൾ ശ്രമിച്ചിരുന്നില്ല. അന്നത്തെ ദിവസവും അവൾ അമ്മുവിന്റെ കൂടെ തന്നെ കിടന്നു. എന്നാൽ നന്ദുവിന് ഉറപ്പുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് അമ്മ ഇവിടുന്ന് പോകുന്നിടം വരെ അവൾ അമ്മുവിന്റെ കൂടെ തന്നെ ആയിരിക്കുമെന്ന്. അതിൽ അവനൊരു പരിഭവം തോന്നിയിരുന്നില്ല. അവൻ ഇന്ന് അവന്റെ ജോലികളിൽ സമാധാനത്തോടുകൂടി തന്നെ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. സുപ്രധാനമായ ഒരു കൊലക്കേസ് വന്ന് തലയിൽ കയറിയതിനാൽ തല ചൂടുപിടിച്ച് ഭ്രാന്ത് പോലെയായിരുന്നു നന്ദു നടന്നിരുന്നു. ഉടൻ തന്നെ പ്രതികളെ കണ്ടുപിടിക്കണമെന്ന് മുകളിൽ നിന്നുള്ള ഓർഡർ ഉള്ളതിനാൽ രാവും പകലും ഊണുറക്കവുമില്ലാതെ അവർക്ക് കേസന്വേഷണം നടത്തേണ്ടി വന്നു. ബുദ്ധിമുട്ടുകളും യാത്രയും ഒക്കെ കൊണ്ട് അവൻ തളർന്നിരുന്നു. ഒരു ദിവസം രാത്രി ഏറെ വൈകി വീട്ടിലെത്തി അവൻ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ ഇവിടേക്ക് വന്നത്. ആ സമയം ഫോൺ ബെല്ലടിച്ചതും അവനെടുത്ത് സംസാരിച്ചപ്പോൾ അത് സുപ്പീരിയർ ഓഫീസറായിരുന്നു. അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും പ്രതികളിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് അവനെ വിളിച്ച് ശകാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോൺ വെച്ച ശേഷം കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് ചാരിയിരുന്നവന്റെ മുന്നിലേക്കായിരുന്നു ദേവകിയമ്മ വന്ന്, മോനെ, അമ്മയ്ക്കൊരു കാര്യം, നമ്മുടെ അനുവിന്. അത്രയും പറഞ്ഞപ്പോഴേ നന്ദു അലറി വിളിച്ചു, പോകുന്നുണ്ടല്ലോ മുമ്പീന്ന്, അവിടെ ഒരു കാര്യം കേൾക്കണ്ട.
ഒരു ഭയത്തോടെയാണ് നന്ദുവിന്റെ നാവിൽ നിന്ന് ഈ വാർത്തകൾ ദേവകിയമ്മ കേട്ടത്. ഒന്നും മിണ്ടാതെ അവർ തിരിഞ്ഞ് തന്റെ റൂമിലേക്ക് വന്നു. തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് കേസന്വേഷണം അവസാനിപ്പിച്ച് മേലുദ്യോഗസ്ഥരെ പ്രശംസയും വാങ്ങിച്ചുകൊണ്ടായിരുന്നു അവൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കണ്ടു വീട്ടിൽ അനുവിനോടും അമ്മുവിനോടും ദേവകിയമ്മയോടും കാര്യം പറയുന്ന വിശ്വനെ. അകത്തേക്ക് വന്നവൻ കണ്ട് സംസാരിച്ച് കുറെ നേരം അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ശേഷമാണ് ഫ്രഷ് ആവാൻ മുറിയിലേക്ക് പോയത്. അന്നത്തെ ദിവസം നന്ദു നേരത്തെയായിരുന്നു വീട്ടിലേക്ക് വന്ന്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വിശ്വമാമി റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കിയിട്ടായിരുന്നു അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് വീട്ടിൽ വന്നു അവൻ ദേവകിയമ്മയോട് ചോദിച്ചു, എന്തേ മാമ 2 ദിവസം നിൽക്കാത്ത, എന്തിനാ ഇത്ര ഇവിടെ ധൃതിയിൽ തിരിച്ചു പോയത്? അതോ, അവൻ പെട്ടെന്ന് തന്നെ വന്ന് മോൾക്കൊരു ലാപ്ടോപ്പ് ആയിട്ടാ, ഓർക്കാപ്പത്തുള്ള വരവായിട്ടാ അവൻ വേഗം തിരിച്ചു പോയത്. ദേവകിയമ്മയുടെ സംസാരം കേട്ടപ്പോൾ നന്ദു അവരോട് ചോദിച്ചു, ലാപ്ടോപ്പ് വിശ്വമാമി എന്തിനാ വാങ്ങുന്നു? ഞാൻ വാങ്ങിച്ചു കൊടുത്താ പോരെ, മാമി എന്തിനാ ബുദ്ധിമുട്ടിച്ച്? നന്ദുവിന്റെ സംസാരം കേട്ടും ദേവകിയമ്മ ദേഷ്യത്തോടെ ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തിന് മുകളിലായി, ഇന്ന് വരെ എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്ക് നീ അറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അവള് നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്നേഹിച്ചുകൊണ്ട് നിന്നെ വാങ്ങാൻ കഴിച്ചു. അതിന് നീ എന്തിനാ അവളോട് ഇത്രമേൽ ദേഷ്യം കാണിക്കുന്നത്? അവൾക്കുള്ള ലാപ്ടോപ്പിന്റെ കാര്യം പറയാനാ കഴിഞ്ഞ ആഴ്ചയിൽ നിന്റെ മുറിയിലേക്ക് ഞാൻ വന്ന്. അപ്പൊ നീ എന്നെ ആട്ടിപ്പായിച്ചില്ലേ? നീ ചെയ്യാത്ത കാര്യം പിന്നീട് ചെയ്യാൻ അവളുടെ അച്ഛനെ അവകാശമുള്ളൂ. അതുകൊണ്ടാ അവനത് വാങ്ങിച്ചു കൊടുത്ത്. അത് ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല, മനസ്സിലായോ? കെട്ടിയ പെണ്ണിന്റെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അറിഞ്ഞ് ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കണം. അത് ചെയ്യാത്ത വിധമായിരിക്കും പെൺകുട്ടികൾ മറ്റുള്ള പുരുഷന്മാരെ തേടിപ്പോകുന്നു. അത് നീ ഓർത്തിരുന്നോ? എന്നാ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. അവൾ ആത്മാഭിമാനമുള്ളവളാ എന്ന് താക്കീതും കൊടുത്തുകൊണ്ട് ദേവകിയമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയി. ഒരു നിമിഷം എന്ത് പറയണമെന്ന് പോലും അറിയാത്ത വിധം തകർന്നിൽ നിന്ന് പോയവൻ. ശരിയാണ്, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തിന് മുകളിലായി. അവളുടെ ആവശ്യങ്ങളൊന്നും താൻ നിറവേറ്റിയിരുന്നില്ല. എന്തിന് നെറ്റിൽ തൊടാനൊരു പൊട്ടുപോലും താൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കോളേജിൽ പോകുന്ന പെൺകുട്ടിയല്ലേ, കോളേജിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ ബുക്കുകളോ പുസ്തകങ്ങളോ എന്തിന് ബസ് കൂലി പോലും താൻ കൊടുത്തിട്ടില്ല. ശമ്പളം കിട്ടുമ്പോൾ ഒരു തുക അമ്മയെ ഏൽപ്പിക്കുന്നില്ലാതെ മറ്റു കാര്യങ്ങൾ ഞാൻ ഇടപെട്ടിരുന്നില്ല. എന്നാൽ അവൾ തന്നോടൊന്നും ആവശ്യപ്പെട്ടിരുന്നുമില്ല. അമ്മയായിരുന്നു അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നത്. അമ്മ പറഞ്ഞ സത്യം തന്നെയല്ലേ? ഭർത്താവിൽ നിന്നും പരിഗണനയോ ആവശ്യങ്ങളോ സ്നേഹമോ കിട്ടാതെ വരുമ്പോഴല്ലേ പെൺകുട്ടികൾ മറ്റു പുരുഷന്മാരെ തേടി പോകുന്നു. അതിലവരെ തെറ്റു പറയാൻ പറ്റുമോ? അവളങ്ങനെ പോവുക തന്നെ വിട്ടു. അത് ചിന്തിച്ചപ്പോൾ ഒരു മിന്നൽ പിണർ ശരീരത്തിലൂടെ കടന്നുപോയതുപോലെ തോന്നിയവന് രാത്രിയിൽ എന്തോ ധൃതി പിടിച്ച ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നന്ദുവിന്റെ മുമ്പിലേക്ക് ഒരു പേപ്പർ നീട്ടി അവൾ വന്നിരുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളെ മുറിയിൽ കണ്ടത് അവന് സന്തോഷമായി. എങ്കിലും ആ സന്തോഷം പുറത്തു കാണിക്കാതെ അവൻ ചോദിച്ചു, എന്തോ ഇത്? ഈ പേപ്പറിലും സൈൻ ചെയ്ത് തരണം, സമ്മതപത്രോ? അവന് പറഞ്ഞു. സംശയബാധത്തിൽ നന്ദോളം നോക്കി. സമ്മതപത്രോ? ആ, എക്സാം കഴിഞ്ഞുകൊണ്ട് കോളേജിൽ ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വെക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് കോളേജ് ടൂർ പോകുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സൈൻ ചെയ്ത് തരണം. അതിനുവേണ്ടിയുള്ള സമ്മതപത്രമാണ്. എനിക്കിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ടുള്ളത് എന്റെ അമ്മയല്ലേ, അമ്മയെ കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടോ? കുറച്ച് കർക്കശമായി തന്നെയാണ് നന്ദു സംസാരിച്ചത്. ആ പേപ്പറുമായിട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ നന്ദു വിളിച്ചു. അവളുടെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങി അവൻ സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്ത പേപ്പർ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവൾ നടന്നുപോയി. അപ്പോഴും അവളുടെ കണ്ണുകൾ ആ പേപ്പറിലൂടെ ഓടി. നല്ല വൃത്തിയായി മനോഹരമായി എഴുതിയിരിക്കുന്ന അവന്റെ പേരും ഒപ്പും അവൾ തന്റെ ഹൃദയത്തിൽ തന്നെ പതിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ അവന്റെ മനോഹരമായ മുഖവും അവളുടെ മനസ്സിലേക്ക് ആവാഹിച്ചു. ഇനി 4 ദിവസം അവനെ കാണാനാവില്ലല്ലോ, താൻ പോവുകയല്ലേ അങ്ങ് ബാംഗ്ലൂർക്ക്. എന്നാൽ ഇതൊന്നും അറിയാതെ നന്ദു ലാപ്ടോപ്പിൽ തന്റെ ഫയലുകൾ കോപ്പി ചെയ്തുകൊണ്ടേയിരുന്നു. രാവിലെ ഫ്രഷായി യൂണിഫോമിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി വന്നവന്റെ കണ്ണുകൾ അനുവിലുടക്കി. അവളും തിരിച്ച് അവനെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് നന്ദു കാറിൽ കയറി ഓഫീസിലേക്ക് യാത്ര തിരിച്ചിരുന്നു. എന്നാൽ അമ്മുവാനും വൈകിട്ടത്തെ കോളേജ് യാത്രക്കുള്ള തിരക്കിലായിരുന്നു. ദേവകിയമ്മ കൊണ്ടെടുത്ത മാങ്ങാച്ചാറും ചമ്മന്തിപ്പൊടിയും എല്ലാം ഭദ്രമായി തുണിയിൽ പൊതിഞ്ഞ് ബാഗിലേക്ക് വെക്കുകയായിരുന്നു അവർ. ദേവകിയമ്മ വിട്ട് 4 ദിവസം മാറി നിൽക്കുന്നതിൽ അനുവിന് വിഷമമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ തന്നെയാണ് നല്ലതെന്ന് അവർക്കും തോന്നി. ദേവകിയമ്മ തന്നെയായിരുന്നു അവർ രണ്ടുപേരെയും കോളേജിലേക്ക് കൊണ്ടുപോയി വിട്ടത്. രണ്ടുപേർക്കൊരു മുത്തം കൊടുത്തതിനു ശേഷം ദേവകിയമ്മ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഇതേ സമയം വൈകി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന നന്ദു കാണുന്നത് അടച്ചിട്ടിരിക്കുന്ന വീടാണ്. അവനൊന്നും സംശയിക്കാതിരുന്നില്ല അമ്മയും അവളെ എവിടെയെന്ന്. താക്കോൽ സ്ഥിരമായി വെക്കുന്നിടത്തുനിന്നും താക്കോൽ എടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ തന്റെ മുറിയിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്ന് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിരുന്ന ചായ എടുത്ത് കുടിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടു. അവന് മനസ്സിലായി അമ്മയാനും വന്നിട്ടുണ്ടെന്ന്. അവൻ അവരുടെ വരവിനായി കാത്തിരുന്നു. എന്നാൽ ഹാളിലേക്ക് കയറി വരുന്ന അമ്മയെ കണ്ടതും അവൻ ചുറ്റുമും നോക്കി. അവൾ എവിടെയെന്ന രീതിയിൽ അവളെ ആ നിമിഷം കാണാതിരുന്നപ്പോൾ അവനെ നെഞ്ചിടിച്ചു. ഇതുവരെ അനുഭവിക്കാത്തൊരു സങ്കടമായിരുന്നു അവന്റെ മനസ്സിൽ. അമ്മയോട് ചോദിക്കാൻ മടി തോന്നിയെങ്കിലും അവന് തെളിഞ്ഞ ജാളിയതയുടെ മെല്ലെ ചോദിച്ചു, അമ്മ ഇത്ര നേരം എവിടെയായിരുന്നു? അനു അമ്മയുടെ? ആ, ഇത് നല്ല ചോദ്യം. അനുമോൾ ടൂർ പോകാൻ നീ തന്നെയല്ലേ സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്ത്, പിന്നെന്താ? എന്നാൽ അവനത് മറച്ചുകൊണ്ട് പറഞ്ഞു, ആ ഞാൻ മറന്നു. എത്ര ദിവസത്തെ ടൂറാ? അവന്റെ ചോദ്യത്തിന് ദേവകിയമ്മ മറുപടി പറഞ്ഞു, 4 ദിവസത്തെ, ചെന്നൈയും ബാംഗ്ലൂരും. കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു ബഹളമില്ല, വീട് ഉറങ്ങിയ പോലെ എന്ന് പുലമ്പിക്കൊണ്ട് അവർ നേരെ മുറിയിലേക്ക് പോയി.
നന്ദു ഒരു നിമിഷം എന്തു ചെയ്യണം എന്തു പറയണമെന്നറിയാതെ അവിടെ ഇരുന്നു. ഒരു ഏകാന്തത അവനെ വന്ന് മൂടുന്ന പോലെ അവന് തോന്നി, തനിച്ചായതുപോലെ. കുറച്ചുനേരം അവൻ അവിടെ ഇരുന്ന ശേഷം അവൻ തന്നെ മുറിയിലേക്ക് പോയി. അല്പം മുമ്പ് താൻ ഈ മുറിയിലേക്ക് വന്നപ്പോൾ നല്ല കാച്ചെണ്ണയുടെയും ബ്ലൂ ലേഡി പെർഫ്യൂമിന്റെയും മണം തിങ്ങിന്നിരുന്നു. താൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾ ഈ മുറിയിൽ നിന്നായിരിക്കണം പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ അവശേഷിപ്പുകളായിരിക്കാം അവളിലെ ആ സുഗന്ധം. ആ സുഗന്ധം തനിക്ക് ഇപ്പോഴും ഈ മുറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ സുഗന്ധം സന്തോഷത്തോടുകൂടി അവൻ അവന്റെ നാസികയിലേക്ക് ആവാഹിച്ചു. എങ്കിലും അവനെന്തോ ഒരു പരവേശം തോന്നിപ്പോയി. തന്റെ അടുത്തില്ലെങ്കിലും അവൾ വീട്ടിൽ മറ്റൊരു മുറിയിലുണ്ടല്ലോ എന്ന സമാധാനത്തിൽ ഓരോ രാത്രികളിലും താൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്നോ കയ്യെത്താ ദൂരത്ത് വിദൂരതയിൽ എവിടെ അവൾ മറിഞ്ഞിരിക്കുന്ന പോലെ തോന്നിയവന്. താൻ ഇതുവരെ അനുഭവിക്കാത്ത പിടപ്പ് എന്തുകൊണ്ടോ തന്റെ മനസ്സിന് തോന്നുന്നു. അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് മണിക്കൂറുകളാവുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ താൻ ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. താൻ ഒരിക്കലും അവൾ അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മനസ്സിൽ വേദന? സമയം പോയത് അവൻ അറിഞ്ഞതേയില്ല. ബെഡിൽ ചാരി കണ്ണുകൾ അടച്ച് അവൻ അങ്ങനെ ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ കാണാത്തതുകൊണ്ടാണ് അമ്മ തന്നെ മുറിയിലേക്ക് വന്ന് വിശപ്പില്ലെന്ന് പറഞ്ഞ അമ്മയെ താഴേക്ക് പറഞ്ഞു വിടുമ്പോഴും അവന്റെ ഉള്ള അലമുറിയിട്ടുകൊണ്ടേയിരുന്നു. എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ച് രാവിലെ ഡ്യൂട്ടിക്കായ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും എന്നത്തെയും പോലൊരു മനസ്സമാധാനം അന്ന് അവനുണ്ടായിരുന്നില്ലെന്നാണ് സത്യം. അവന്റെ മനസ്സിൽ അപ്പോഴും ആ 4 ദിവസം എന്ന് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. 2-ാം ദിവസവും 3-ാം ദിവസവും തള്ളി നീക്കവേ ഏകാന്തതയുടെ പരമോന്നതയിൽ എത്തിനിരുന്നവൻ. അവളുടെ സ്വരമൊന്ന് കേൾക്കാതെ അവളുടെ മുഖമൊന്ന് കാണാതെ ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥ പോലും അവനുണ്ടായി. അവളുടെ അഭാവം തനിക്ക് ഇത്രയും തീവ്രമായ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, പ്രണയം. തനിക്ക് അവളോടും പ്രണയം തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.